വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. Left, right. Yes, sir. തലമുട്ടി ഞാനാകെ നക്ഷത്രം കാണാൻ തുടങ്ങിയല്ലോ. ഇതെന്റെ 20 കൊല്ലത്തൊരു വലിയ സ്വപ്നമായിരുന്നു. മോട്ടു പത്ലൂന്റെ ട്രാവൽസ് ശരിക്കും വിജയിച്ചിരിക്കുന്നു. താങ്ക് യു ഗസീറ്റാറാം. നിന്റെ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ഐഡിയ നന്നായി ഫലിച്ചു. ആദ്യത്തെ ട്രിപ്പ് തന്നെ ഫുള്ളാ. നമ്മൾ ഇനി എളുപ്പം കോടീശ്വരന്മാരാവാൻ പോവാണ്. അങ്ങനെ കോടിക്കണക്കിന് സമൂസയും കഴിക്കും. അത് കൊള്ളാലോ. നിങ്ങളെല്ലാം ഗസീറ്റെ മാത്രം പൊക്കി പറയുന്നത് എന്താ? ഈ കപ്പൽ ഞാനല്ലേ ഉണ്ടാക്കിയത്. അഥവാ ഞാൻ ഈ കപ്പൽ ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ചിങ്കത്തിന്റെ ബൈക്ക് കയറി കടൽ യാത്ര പോവായിരുന്നോ? എന്റെ ബൈക്ക് റോഡിൽ പോലും ശരിക്കും ഓടിക്കാൻ പറ്റുന്നില്ല, എന്നിട്ടാണ് ഈ സമുദ്രത്തിൽ ഓടിക്കാൻ പറ്റുന്ന. അല്ല, സംസാരിച്ചേക്കാൻ സമയമില്ല. പോയി വേഗം ജോലി ശ്രദ്ധിക്കുക. ചിങ്കം സാറേ, നിങ്ങളാണ് സെക്യൂരിറ്റി ഇൻചാർജ്. സെക്യൂരിറ്റി ശരിയാണോ അല്ലേന്ന് ചെക്ക് ചെയ്യണം. മോട്ടോ, നീയാണ് ഡെക്കിന്റെ ഇൻചാർജ്. വേഗം ഡെക്കിലേക്ക് പോ. റൗണ്ട് റൗണ്ട് മേരി ഗോ റൗണ്ട്. ഓയ്, സെക്യൂരിറ്റി ഓഫീസറുടെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ സെക്യൂരിറ്റിയുടെ കാര്യം എന്താവോ? അല്ല, ഇതൊക്കെ എന്താ? മോട്ടോ, നോക്ക് അവരെന്തൊക്കെയാ ചെയ്യുന്നെന്ന്. എന്നിട്ട് നീ അതൊക്കെ കണ്ടിട്ട് ഇവിടെ ഒന്നും മിണ്ടാതെ നിക്ക. ഓ സോറി, ഞാനിപ്പോ വരാം. എന്റെ മോട്ടോ, നീ എന്തായി ചെയ്യുന്നേ? നീയല്ലേ ഇപ്പൊ എന്നോട് പറഞ്ഞത് എല്ലാവരും ഇങ്ങനെ തുണി അലക്കിക്കൊണ്ടിരിക്കുമ്പോ നീ ഇങ്ങനെ മിണ്ടാതിരിക്കുവാണോ എന്ന്? അതുകൊണ്ടാ ഞാൻ തുണി അലക്കാന്ന് വിചാരിച്ചത്. ഇതിനെന്തിനാ നീ ദേഷ്യപ്പെടുന്നത്? ഇത് സ്വിമ്മിംഗ് പൂളാണ്, നീന്താനുള്ള കുളമാണ്, അല്ലാതെ തുണി അലക്കാനല്ല. ഓ സോറി. അതെ, എല്ലാവരും തുണി അലക്കുന്നതൊന്നും നിർത്തുന്നുണ്ടോ? മോട്ടോനെ രക്ഷിക്കേ. രക്ഷിക്കണേ. ചിങ്കം സാറെ, മോട്ടോനൊന്ന് രക്ഷിക്കേ. വൈഫ് ഹിയർ വെൻ ചിങ്കം ഈസ് ഹിയർ. ഞാനിപ്പോ വരാം. പൊളിച്ചെടുത്തല്ലോ. ഈ ചിങ്കം സാറ് ഷിപ്പിന്റെ വാതില് തകർത്തല്ലോ. ദേ വരുന്ന ഒരു ഷാർക്ക്. എന്റെ മോട്ടോ ഒന്ന് പെട്ടെന്ന് കേറി വാ. ഷാർക്ക് വരുന്നു. മോട്ടിനെ രക്ഷിക്കണേ. വന്ന് വേഗം വാ. എനിക്ക് തോന്നുന്നു തിമിംഗലത്തിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാന്ന്. അവന്റെ ആക്രാന്തം കണ്ടില്ലേ? എന്തെങ്കിലും ചെയ്യേ.
നന്ദി പത്ലു. ഇന്ന് ഞാൻ അല്ലെങ്കിൽ തിമിംഗലത്തിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയേനെ. Cheers. Cheers. ഡോക്ടർ ജഡ്ക, എന്റെ വലിയേട്ടാ, മത്സ്യകന്യക, മത്സ്യകന്യക, കപ്പൽ അങ്ങോട്ട് തിരിക്കേ, അങ്ങോട്ട് തിരിക്കേ. മത്സ്യകന്യക, 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 മത്സ്യകന്യകേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. നീ എന്തിനാ പിന്നെയും പിന്നെയും ഷാർക്കിന്റെ വായി ചെന്ന് കേറുന്നേ? വലിയേട്ടാ, അങ്ങോട്ട് നോക്ക്, മത്സ്യകന്യക, മത്സ്യകന്യക. മത്സ്യകന്യക, ഡോക്ടർ ജഡ്ക, നമുക്ക് വേഗം പോവാം. ആദ്യമായിട്ടാണ് ഒരു മത്സ്യകന്യകയെ കാണാൻ നമുക്കൊരു അവസരം കിട്ടുന്നത്. വേഗം. എന്റെ അമ്മോ, ഈ വാതിലിന് എന്തിനാ എന്നോട് മാത്രം ഇത്ര ദേഷ്യം? ഞാനും വരുന്നു. എന്റെ ബ്രോ, മത്സ്യകന്യക എവിടെ? ആ മത്സ്യകന്യക അപകടത്തിലാണ്. ഷാർക്ക് അതിനെ തിന്നാൻ പോവാ. ഏയ് ഷാർക്ക്, മര്യാദയ്ക്ക് പോയിക്കോ. ആ മത്സ്യകന്യകനെ തൊട്ടു പോരുത്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ, എംപോസിബിൾ. ഓയ്. ഓടിക്കോ, ഓടിക്കോ. ഡോക്ടർ ചക്ക, നമ്മളിനി എന്താ ചെയ്യാ? മന്ത്രവാദി ഷാർക്കോനി, അതാ നോക്കൂ മനുഷ്യൻ. ആദ്യമായിട്ട് ഇവിടെ ഒരു മനുഷ്യൻ വന്നിരിക്കുന്നു. അവനെ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണമുണ്ടാകും. മത്സ്യകന്യകകളെക്കാളും അവർ ഒരുപാട് ബുദ്ധിയും ശക്തിയുമുള്ളവരാ. എല്ലാ സമുദ്രങ്ങളെയും കൂട്ടി യോജിപ്പിക്കുന്ന തുരങ്ക നിർമ്മാണത്തിൽ നമ്മളെ ഇവർ സഹായിക്കും. അത് നമുക്ക് ഗുണം ചെയ്യും. നീ സത്യമാണ് പറഞ്ഞത്. എല്ലാ സമുദ്രങ്ങളെയും ഒരുമിച്ച് ബന്ധിപ്പിക്കാൻ അവർ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് അവരെ ഇങ്ങോട്ട് വരുത്തണം. അക്കടി ബക്കടി മാന്ത്രിക വടിയെ, മാന്ത്രിക നീ കാട്ട്, ആ കപ്പലിനെ ഇവിടെ എത്തിക്ക്.
ഭടന്മാരെ പിടിക്കുവനെ. ഷാർക്കോനിയുടെ ശക്തിയിൽ നിന്നും മന്ത്രവടിയുടെ മാന്ത്രികത്തിൽ നിന്നും ആർക്കും രക്ഷപ്പെടാനാവില്ല. ആർക്കും. അക്കടി പക്കടി മാന്ത്രിക വടിയെ മാന്ത്രിക നീ കാട്ട്. ഷാർക്കോൻ ഇനി മോട്ടോപദ്രവനെ ആർക്കും രക്ഷിക്കാനാവില്ല. ആർക്കും തന്നെ സാധിക്കില്ല. ഭടന്മാരെ ഷാർക്കോനിയെ പിടിക്കുക. അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. രക്ഷിക്കണേ. പതുക്കെ വലിക്കോ ചങ്കുകളെ. നമുക്ക് ഇവിടുന്ന് ദൂരത്തേക്ക് പോകാം. അല്ലെങ്കിൽ നമ്മൾ കാരണം ഇവര് കൂടെ അപകടത്തിലാകും. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഒച്ച വെച്ചോണ്ടിരിക്കുന്നത്? വരൂ എന്റെ കൂടെ. ഷാർക്കോനിയുടെ ശക്തിയിൽ നിന്നും മന്ത്രവടിയുടെ മാന്ത്രികത്തിൽ നിന്നും നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടില്ല. രക്ഷപ്പെടില്ല. രക്ഷപ്പെടാൻ പോകുന്നില്ല. താഴത്തേക്ക് പോ, താഴത്തേക്ക്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ശ്വാസം കിട്ടില്ല. ആ കാണുന്ന കാടിനകത്തേക്ക് പോ. അക്കടി മക്കടി മാന്ത്രിക വടിയെ മാന്ത്രികം നീ കാണിക്കൂ. ഷാർക്കോനിയുടെ ശക്തിയിൽ നിന്ന്
മന്ത്രവടിയുടെ മാന്ത്രികത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. നിങ്ങളിത് എങ്ങനെ എന്നെ കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കൂ? നിങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. എന്റെ സമയം തുടങ്ങാൻ പോവുകയാണ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിയില്ലേ? എന്തെങ്കിലും ചെയ്യേ, വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. ഐഡിയ ഷാലാക്ക, നീ എത്രത്തോളം മുകളിലേക്ക് പോകാൻ പറ്റുന്നോ അത്രത്തോളം മുകളിലേക്ക് പോ. നിനക്ക് കഴിയുന്നത്ര മുകളിലേക്ക് എത്തുമ്പോൾ മോട്ടു, നീ നിന്റെ കയ്യിലുള്ള മാന്ത്രിക വാളെടുത്ത് അവരുടെ നേരേക്ക് വീശ്. ഷാർക്കോണിയുടെ കളികളും അവന്റെ മന്ത്രവാദങ്ങളും എന്നേക്കുമായി അവസാനിച്ചു. ഇവനെ കൊണ്ടുപോകും, ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി ആറുമതിക്കൂ. ഓ, കൊള്ളാമല്ലോ. ഇന്ന് അച്ഛനും മകനും വളരെ സന്തോഷത്തിലാണല്ലോ. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും എന്നെ വലിയൊരു തെറ്റിൽ നിന്നും പിന്തിരിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ സഹകരണം കൊണ്ട് എനിക്ക് എന്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും തിരിച്ചു കിട്ടിയിരിക്കുന്നു. എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല ഞാൻ എങ്ങനെയാണ് നിങ്ങളെ നന്ദി അറിയിക്കേണ്ടതെന്ന്. ഷലാക്ക, മോട്ടുവിനെയും പത്ലുവിനെയും എവിടുന്നാണ് കൊണ്ടുവന്നത് അവിടെ തന്നെ കൊണ്ടുചെന്നാക്ക്. വേഗം ചെല്ല്. ഇനി നമ്മൾ കാണില്ലേ? പിന്നല്ലാതെ, മുകളിലുള്ളവൻ തീരുമാനിച്ചാൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എന്നിട്ട് കുറെ ഗെയിമും കളിക്കാലോ. ഷാർക്കാൽ, നീ ലോകത്തെ കീഴടക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഹൃദയങ്ങളെ കീഴടക്കാൻ ശ്രമിക്ക. പിന്നീട് അങ്ങോട്ടെല്ലാം വളരെയധികം സന്തോഷകരമായിരിക്കും. ബോസി, സ്മൈൽ പ്ലീസ്. ഇനി ഈ ബോസ് ഒരിക്കലും ഒറ്റയ്ക്ക് ചിരിക്കില്ല. ഇനി മുതൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ചിരിക്കും. ബോസി, സ്മൈൽ പ്ലീസ്. എല്ലാവരും സ്മൈൽ പ്ലീസ്. Watch India's largest kids library only on Jio Hotstar. Download the app now.